ഓ കാക്കാ നമസ്കാരം. ഞാൻ സംഗി ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന്. ആരായിരുന്നു? ഞാൻ മറ്റേ സംഗി തിരുവനന്തപുരത്ത് നിന്ന്. ഓർമ്മ നിങ്ങൾ എന്താണ് മനുഷ്യ, നിങ്ങൾ സംഖ്യ ഒന്നും പരിചയപ്പെടുത്തരുത്. നമുക്ക് ആരോടും വിരോധമില്ല, ആശയപരമായ വിരോധമുള്ളൂ കേട്ടോ എല്ലാരോടും. അയ്യോ അല്ല കാക്ക, അങ്ങനെ പറഞ്ഞാലേ ഓർമ്മയുള്ളൂ. ഞാൻ നിങ്ങൾ ഒരിക്കലും സംഖ്യയായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ഈ സംഖ്യ എന്ന് പരിചയപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളുടെ പേര് മാത്രം പരിചയപ്പെടുത്തിയാൽ നമുക്ക് ആരോടും അങ്ങനെ വിരോധമില്ല. ഈ കൊണ്ടു നടക്കുന്ന ആശയങ്ങളോടുള്ള വിരോധം മാത്രമല്ല, ഒരു വ്യക്തിയോട് അങ്ങനെയല്ല കാക്ക, നിങ്ങൾക്കത് പറഞ്ഞാലല്ലേ ഓർമ്മ വരുള്ളൂ, അതുകൊണ്ട് പറഞ്ഞത്. കാക്ക വിളിച്ച നമ്മളാ ആവണിക്ക് നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യം. നമ്മളെ പ്രാർത്ഥന എല്ലാം ഉണ്ടായിരിക്കും. സന്തോഷം. പ്രവർത്തനം ആവണിക്ക് മാത്രമല്ല, പല കുട്ടികൾക്കും നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. സന്തോഷം. ഓ, അത് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാം. അതെ, ചില നമ്മളെല്ലാം നിങ്ങൾക്കറിയാലോ അല്ല, ഞാൻ ഭാരതീയൻ, അതുപോലെ കാളിച്ചേട്ടൻ, അവരൊക്കെ ഇങ്ങനെ ഈ മതം മാറ്റില്ല അതങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ ആലോചിക്കുന്നതേ, ഇവനൊന്നും ബുദ്ധിയും വിവരവും ഇല്ലാത്ത, ഒരു ബുദ്ധിയും വിവരം ഇല്ലാത്തവന്മാര്. ചേട്ടൻ വിചാരിക്കണ്ടേ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞാൻ ഈ മതം മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഒരു വലിയ തമാശയുണ്ട്. അതായത് ഇന്ന് കമന്റ് ബോക്സിൽ ഒരു ഹൈന്ദവ സഹോദരൻ എഴുതിയിരിക്കുന്ന ഒരു കമന്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കാത്തൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയണേ, ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം അയാൾ അനുഭവിക്കുന്ന പ്രയാസം എന്തൊക്കെയാണെന്ന് അറിയാം. ഒരാൾ മുസ്ലിമായിട്ട് ജീവിക്കുക എന്നുള്ളത് വലിയ പാടാ. എന്ന് വെച്ചാൽ നീ അധ്വാനിക്കുന്നതിന്റെ 2.5% നീ സക്കാത്ത് കൊടുക്കണം, അതോ നിർബന്ധ ദാനധർമ്മം ചെയ്യണം, 5 നേരം നിസ്കരിക്കണം, ആണാണെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കണം, എന്ത് തിരക്കുണ്ടെങ്കിൽ നിസ്കരിക്കണം, നീ തളർന്നു കിടക്കുകയാണെങ്കിൽ നിസ്കരിക്കണം. അങ്ങനെ തുടങ്ങി അവന്റെ ജീവിതത്തിൽ അവന്റെ തൊട്ടില് മുതൽ കട്ടില് വരെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിയന്ത്രണവും അതുപോലെ തന്നെ നീതിയുക്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും അല്ലെ? അങ്ങനല്ലേ? അതെ അതെ. അതായത് നിന്റെ വയറ് വിശന്നിരിക്കുകയാണെങ്കിൽ തന്നെ നീ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നിന്റെ അയലത്തുകാരൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ തുടങ്ങി യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ നീ വിചാരിക്കുകയാണെങ്കിൽ എന്തെല്ലാം പാടാ നിനക്ക്. എന്നിട്ട് ഈ മനുഷ്യന്മാരെ അങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം. ഇത് അതല്ലേ പറഞ്ഞേക്കാം, ഒരു എന്താണ് അതിന്റെ ആശയമെന്നോ എന്താണ് അതിനെ കുറിച്ചുള്ള ചിന്താഗതി എന്ന് അറിഞ്ഞുകൂടാത്ത പലവന്മാരും ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച ഒരാൾ ഇസ്ലാം എന്റെ ഒരു കാര്യം പറയാം, അങ്ങനെ നമ്മൾ സഹിച്ച ഈ പറയപ്പെട്ടതുപോലെ സാധാരണ ജനങ്ങൾ അവർ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഈ ജീവിതത്തെക്കുറിച്ച് എന്താണെന്ന് അറിയാമായത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അലക്ഷ്യമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട പൈസ മറ്റൊരാൾക്ക് ദാനം ചെയ്യുക, മറ്റൊരാളുടെ പ്രയാസം കേൾക്കുക, അവനിക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ അതിനിടയിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ ഭയങ്കര മാനസികമായി വലിയ സന്തുഷ്ടമാണ്. കാരണം അറിയോ, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ചെയ്തു എന്നുള്ള ഒരു നിർവൃതിയുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കാനുള്ള കാരണം എന്താ? ഇപ്പൊ വിളിക്കാനുള്ള കാരണം ആവണി മോളുടെ വീഡിയോ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് വലിയ മനസ്സംതൃപ്തി. ഇത് ഒരു മുസ്ലിമിന്റെ ഔദാര്യമല്ല, അവകാശമാണ്, അവൻ ചെയ്യേണ്ട ബാധ്യതയാണ്. എന്റെയും ചേട്ടന്റെയൊക്കെ നമ്മൾ ആർക്കെങ്കിലും 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഔദാര്യമല്ല, അത് വാങ്ങുന്നവന്റെ അവകാശവും നമ്മളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ദൈവം ഇങ്ങോട്ട് വിട്ടത് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ വേണ്ടിയാ. തീർച്ചയായും. ഓക്കെ. ഇത് പക്ഷേ ഇതൊന്നും മനസ്സിലാകാത്ത കുറെ ജനങ്ങളുണ്ട്. ഇതൊക്കെ ഏത് കാലത്ത് നന്നാവും വെച്ചാൽ തമ്പുരാൻ അറിയാം. ചേട്ടാ ഞാൻ പറഞ്ഞില്ല, ഇതില്ലാത്തൊരു കാലഘട്ടവും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും അങ്ങനത്തെ മനുഷ്യരുണ്ട്. എല്ലാവരും 100% ഓക്കെ ആയിക്കണമെന്നില്ല. അതെ. പക്ഷെ അവരുടെ പ്രശ്നം എന്താ അറിയോ? അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ജീവിക്കാൻ മറന്നുപോകും. അതായത് ചേട്ടന് നമ്മൾ ഒരു പരസ്പരം അയൽവാസികളായിട്ട് താമസിക്കുന്ന ഒരാളാണ്. 24 മണിക്കൂർ എന്റെ പ്രശ്നം മൊത്തവും നിങ്ങളെ ആലോചിച്ചിട്ടാണ്. നിങ്ങൾ ഭാര്യയായിട്ട് പുറത്തു പോകുന്നു, നിങ്ങൾ വയനാട് ട്രിപ്പിന് പോകുന്നു, നിങ്ങളുടെ വീട്ടിൽ എപ്പോ നോക്കിയാലും കുട്ടികളും ഭാര്യയൊക്കെ ഭയങ്കര ചിരിയും കളിയും. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഭാര്യയുടെ പറഞ്ഞിട്ട് ഇങ്ങനെ അസ്വസ്ഥമാവുകയാണ്. അവനെന്താണ് അവന് ഭയങ്കര ഇതെന്ന് പറഞ്ഞു. എടാ, അതിന് പകരം നീ എവിടെന്നെങ്കിലും കുറച്ച് കാശ് നീ അധ്വാനിച്ച് സംഘടിപ്പിച്ചിട്ട് നീ നല്ല ഭക്ഷണം കഴിക്കുക, നീ നല്ല യാത്ര പോകും, നീ അവനെ നോക്കിയിരുന്നാൽ അവൻ വളരും. അതെ, അവനത് സന്തോഷിക്കുന്ന ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതെ. ഈ ഇസ്ലാമിലൊരു കോഴ്സ് ഉണ്ട്, കില്ലത്തുൽ ഹസദി, അതായത് അസൂയ കുറയുന്നതനുസരിച്ചാണ്. ഇസ്ലാമിലൊരു പ്രശസ്തമായ കോട്ടാണ്, മറ്റേ ആരോഗ്യത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളത് അസൂയയുടെ കുറവനുസരിച്ചാണ്. ആരോഗ്യത്തിന്റെ നിലനിൽപ്പ് അസൂയ, അതായത് എത്ര കൊണ്ട് നമുക്ക് അസൂയ കുറയുന്നുവോ അത്രത്തോളം നമുക്ക് ആരോഗ്യം നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ നിങ്ങളെ കൊടുത്ത് വെറുതെ ഞാൻ മാനസിക സംഘർഷത്തിൽ പോവാണ്, മനസ്സിലായേ?
അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരും മനുഷ്യരാണ്. നമ്മൾ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വിട്ടത് സ്നേഹിക്കാൻ വേണ്ടിയാണ്. പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ പോവുക. നിനക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. നമ്മൾ പരസ്പരം കൈകടത്താതെ നിനക്ക് നിന്റെ ബോധ്യങ്ങളാണ് ശരിയെങ്കിൽ നീ ആ ബോധ്യത്തിനൊപ്പം പോകും, എന്റെ ബോധ്യമാണ് ശരിയെങ്കിൽ ഞാൻ എന്റെ ബോധ്യത്തിനൊപ്പം പോകാം. പരസ്പരം കലഹിക്കല്ലേ. നീ നിന്റെ കയ്യിലിരിക്കുന്ന ആശയം വളരെ നല്ലതാണ് എങ്കിൽ അതിന്റെ പ്രതിഫലനം നിന്റെ പ്രവൃത്തിയിലൂടെ വരട്ടെ, നിന്റെ വാക്കിലൂടെ വരട്ടെ. നീ എന്നെ ചീത്ത വിളിച്ചത് കൊണ്ടോ, എന്നെ അപഹസിച്ചത് കൊണ്ടോ, എന്നെ പരിഹസിച്ചത് കൊണ്ടോ, എനിക്കെതിരെ നീ തെമ്മാടിത്തരം പറഞ്ഞത് കൊണ്ടോ ഒന്നും നീ ചെറുതാകുന്നതല്ലാതെ അതെ തീർച്ചയായും ഇപ്പൊ തന്നെ ഇവരിതൊക്കെ പറഞ്ഞിട്ടും ചേട്ടൻ നിങ്ങളൊരു സംഘപരിവാറുകാരനാണെന്ന് എനിക്കറിയാം. നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പോലെ അതാണ്. എന്നിട്ടും നിങ്ങൾക്ക് പോലും വെറുപ്പ് വന്നില്ലേ ആ വർത്താനത്തില്? അവരുടെയൊക്കെ നിങ്ങൾക്ക് പോലും വെറുപ്പ് വന്നില്ലേ? ഇത് തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും സന്തോഷം, നിങ്ങൾ വിളിച്ചതിലൊക്കെ വലിയ സന്തോഷം. എന്റെ പ്രാർത്ഥന ഉണ്ടാകും. ദൈവം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ശരിയാക്കും. ഇന്നെന്ത് പരിപാടി? വീട്ടിലുണ്ടോ അതോ പുറത്തെന്തെങ്കിലും പ്രോഗ്രാമായിട്ട് പോകുന്നോ? ഇന്ന് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട് താമസമാണ്. പിന്നെ ഇപ്പൊ രാവിലെ മറ്റേ ആ മിനിച്ചിയുടെ വീണ്ടും കല്ലിട്ടിട്ട് വന്നതാണ്. വൈകുന്നേരം വേറൊരു കാര്യത്തിന് പോകണ്ട. അങ്ങനെ ചെറിയ ചെറിയ ചില്ലറ. അങ്ങനെ ഞാൻ വലിയ തിരക്കുള്ള ആളാണ്. വെറുതെ ഇവിടെ പള്ളിയിരിക്കുന്ന ആളാ. ഒരു പണിയില്ലായിരിക്കുന്ന ആളാ. ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇയാൾ ഭയങ്കര അന്താരാഷ്ട്ര ഭയങ്കര തിരക്കും, ഇവിടെ ഒരു പണിയിൽ ഇവിടെ മാറി പള്ളിയുടെ മൂലക്ക് മാറി മേപ്പോട്ട് നോക്കിയിരിക്കുകയാണ്. നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. സന്തോഷം. ശരിയാ.